അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവർക്കും അൽകുനൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൽമുൻ നഹ്വാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അലാമാത്തുൽ ഇഅ്റാബ്, ഇഅ്റാബിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആരംഭിക്കാം. അലാമാത്തുൽ ഇഅ്റാബ്, ഇഅ്റാബിൻ്റെ അടയാളങ്ങൾ. ഇഅ്റാബ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇഅ്റാബ് മുഅ്റബിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി തന്നെ പറഞ്ഞു. ആ ഇഅ്റാബിൻ്റെ അടയാളങ്ങൾ അസ്ലിയായ അടയാളങ്ങളുമുണ്ട്, ഫർഇയായ അടയാളങ്ങളുമുണ്ട്. അസ്ലിയായ അടയാളങ്ങൾ ഒന്ന് അല്ലൊമ്മത്ത് ലിറഫി, റഫിൻ്റെ അടയാളമാണ് ലൊമ്മത്ത് എന്നുള്ളത്. അൽ ഫതഹത്തു ലിൻ നസ്ബി, നസ്ബിൻ്റെ അടയാളം അത് ഫതഹത്താകും. അൽ കസ്റത്തു ലിൽ ജർരി, ജറിൻ്റെ അസ്ലിയായ അടയാളം കസ്റത്താകുന്നു. അതുപോലെ അസ്സുക്കൂനു ലിൽ ജസ്മി, ജസ്മിൻ്റെ അസ്ലിയായ ഇഅ്റാബിൻ്റെ അടയാളം അത് സുക്കൂനുമാകുന്നു. അപ്പോൾ ഈ നാലെണ്ണമാണ് ഇഅ്റാബിൻ്റെ അസ്ലിയായ അടയാളങ്ങൾ. ഇനി ഫർഇയായ അടയാളങ്ങൾ അലിഫ്, വാവ്, യാ, ഫത്ഹത്ത്, കസ്റത്ത്, നൂന്, ഇല്ലത്തിൻ്റെ അർഫിനെ കളയുക. ഇത്രയുമാണ് ഫർഇയായ അടയാളങ്ങൾ. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. വൽ അലാമാത്തുൽ ഫർഇയ്യ മുൻഹസിറത്തുൻ ഫീ സബഅത്തി അബ്വാബിൻ, ഫർഇയായ അടയാളങ്ങൾ അത് 7 ബാബുകളിൽ ക്ലിപ്തമാണ്. ഹിയ മഹല്ലു ദിറാസത്തി ഫി ദുറൂസത്തിൽ ഖാദിമത്തി ഇൻഷാ അല്ലാഹ്. വരുന്ന ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചായിരിക്കും ചർച്ച ഇൻഷാ അല്ലാഹ്. ഒന്നാമതായി മുസന്ന, 7 ബാബുകളാണ് പറയുന്നത്. ഒന്നാമത് മുസന്ന, 2 ജംഉ മുദക്കർ സാലിം, 3 ജംഉ മുഅന്നസ് സാലിം, 4 അൽ അസ്മാഉൽ ഖംസ, 5 അൽ മംനൂഉ മിനസ് സർഫ്, 6 അൽ അഫ്ആലുൽ ഖംസ, 7 അൽ ഫിഉലുൽ മുദ്വാരി അൽ മുഅത്തലുൽ ആഖിർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫർഇയായ അടയാളങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഉത്തരവും നമുക്ക് നോക്കാം. മസ്അലത്തുൻ മുഹിമ്മത്തുൻ, വളരെ പ്രധാനപ്പെട്ടൊരു മസ്അല. മാ ഫായിദത്തുൽ ഇൽമി ബിൽ മഹല്ലിൽ ഇഅ്റാബി വൽ ഇഅ്റാബി തഖ്ദീരി ലിൽ കലിമത്തി, കലിമത്തിൻ്റെ തഖ്ദീരിയായ ഇഅ്റാബിനെ കുറിച്ചും ഇഅ്റാബിയായ മഹല്ലിനെ കുറിച്ചും അറിയുന്നത് കൊണ്ട് വല്ല നേട്ടവും ഉണ്ടോ? അതിനുള്ള ഉത്തരം ലിൽ ഇൽമി ബിഹിമ ഫായിദത്തുൻ കബീറ, അത് മനസ്സിലാക്കൽ കൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. അന്നഹു യസ്തഹിൽ തൗജീഹുൽ കലാമി, കാരണം കലാമിനെ തൗജീഹ് പറയൽ അസാധ്യമാണ്. അല അന്ന ലഫ്ള ഫായിലുൻ, ഒരു പദം അത് ഫായിലാണ്, അതല്ലെങ്കിൽ മഫ്ഊലാണ്, അല്ലെങ്കിൽ മുബ്തദയാണെന്ന് പറയൽ അസാധ്യമാണ്. ഇല്ലാ ബഅദ മഅരിഫത്തി മഹല്ലിൽ ലഫ്ള് മിനൽ ഇഅ്റാബി, ഇഅ്റാബിൽ നിന്നുള്ള ആ ലഫ്ളിൻ്റെ മഹല്ല് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കതിന് ആ കലാമിന് ഫായിലാണോ അതല്ലെങ്കിൽ മുബ്തദയാണോ മഫ്ഊലാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അവിൽ ഹറക്കത്തിൽ മുഖദ്ദറത്തി, അല്ലെങ്കിൽ അതിൻ്റെ മേൽ സങ്കല്പിക്കപ്പെടുന്ന ഹറക്കത്തിനെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിനെക്കുറിച്ച് നമുക്ക് മഫ്ഊലാണോ മുബ്തദയാണോ ഫായിലാണെന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. ഒമിനൽ ഫവായിദി അയ്ളൻ, അത് മാത്രമല്ല നേട്ടം, അന്നഹു യസ്തഹീലു ലബ്തു തവാബിഇൽ ലഫ്ളിൽ മബിനിയി, മബിനിയായ പദത്തിനോട് തുടർന്ന് വരുന്ന ആ പദങ്ങൾ അതിന് ലബ്താക്കലും അസാധ്യമാണ്. അതുപോലെ വൽ മുഅറബ് ബി ഹറക്കത്തിൻ മുഖദ്ദറത്തിൻ, മുഖദ്ദറത്തായ സങ്കല്പിക്കപ്പെടുന്ന ഹറക്കത്ത് കൊണ്ടുള്ള മുഅറബ്, ആ മുഅറബിൻ്റെ ലഫ്ലിനോട് തുടർന്ന് വരുന്ന പദം അതിന് ലബ്താക്കലും അസാധ്യമാണ്. ഇല്ലാ ബഅദ മഅരിഫത്തിൽ മഹല്ലിൽ ഇഅ്റാബിൽ ലഫ്ലിൽ മബിനി, മബിനിയായ ലഫ്ലിൻ്റെ ഇഅ്റാബിനാലുള്ള മഹല്ല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമാണ് ആ തവാബിൻ്റെ ലബ്ത്ത് നമുക്ക് സാധ്യമാവുകയുള്ളൂ. വൽ ഹറക്കത്തുൽ മുഖദ്ദറത്ത് ഫിൽ മുഅറബ്, അതുപോലെ തന്നെ മുഅറബ ബി ഹറക്കത്തിൻ മുഖദ്ദറ, മുഅറബായ ഇസ്മുകളിൽ സങ്കല്പിക്കപ്പെടുന്ന ഹറക്കത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ലബ്ത്ത് സാധ്യമാകൂ. ഉദാഹരണം പറയുമ്പോൾ ഒന്നും കൂടി കാര്യം വ്യക്തമാകും. മിസാലു ദാലിക മിനൽ മബിനി, അതിന് മബിനിയിൽ നിന്നുള്ള ഉദാഹരണം നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം അല്ലാഹുവിൻ്റെ ഖൗല് വ ഊഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ. രണ്ടാമത്തെ ഖൗല് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. മൂന്നാമത്തെ ഉദാഹരണം വലഖദ് സർറഫ്ന ഫീ ഹാദിൽ ഖുർആനി ലിയദ്ദക്കറൂ. ഈ ശേഷം വരുന്ന ഖായിദ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. അൽ ഇസ്മുൽ മുഖ്തരിനു ബി അൽ ബഅദ ഇസ്മിൽ ഇഷാറ, ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം വരുന്ന അല്ലിനോട് അനുകരിച്ചതായ ഇസ്മ ഇഅ്റബു ബദലൻ, അതിന് ബദലൻ എന്ന നിലക്കാണ് ഇഅ്റാബ് നൽകപ്പെടുന്നത്. എന്തിൽ നിന്നുള്ള ബദൽ? മിൻ ഇസ്മിൽ ഇഷാറ, ഇസ്മുൽ ഇഷാറയിൽ നിന്നുള്ള ബദലായ നിലക്കാണ് ഇതിന് ഇഅ്റാബ് നൽകപ്പെടുക. അങ്ങനെ വരുമ്പോൾ ഫയത്ബഉ ഫീ ഇഅ്റാബിഹി, ആ
ഇസ്മുൽ ഇഷാറയുടെ ഇറാബിനോട് അത് പിന്തുടരും. അങ്ങനെയാണ് ഖായിദ ഉള്ളത്. ഈ ഖായിദ നമ്മൾ പഠിച്ചു വെച്ചാൽ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഉപകാരപ്പെടും. ഫിൽ ആയത്തിൽ ഊല, ഒന്നാമത്തെ ആയത്തിൽ ഓഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ എന്ന ആയത്തിൽ വഖാ ഇസ്മുൽ ഇഷാറ, ഇവിടെ വന്ന ഹാദ എന്നുള്ള ഇസ്മുൽ ഇഷാറ സംഭവിച്ചിട്ടുള്ളത് ഫി മഅല്ലി റഫ്ഇൻ്റെ മഅല്ലിലാണ്. അതായത് നായിബ് ഫായിലായ രൂപത്തിൽ എന്ത് ചെയ്യുക, റഫ്ഇൻ്റെ മഅല്ലിലാണ്. അതുകൊണ്ട് തന്നെ ഫജാ ലഫ്ദുൽ ഖുർആൻ എന്നുള്ള പദം വന്നു മർഫൂഅൻ, അത് റഫ് ചെയ്യപ്പെട്ട നിലക്കാണ് വന്നത്. കാരണം ലിഅന്നഹു ബദലും മിൻ ഇസ്മുൽ ഇഷാറ, അത് ഇസ്മുൽ ഇഷാറയിൽ നിന്നുള്ള ബദലാണ്. അതുകൊണ്ട് തന്നെ അത് റഫ്അ നിലക്കാണ്, മർഫൂഅ നിലക്കാണ് വന്നിട്ടുള്ളത്. വഫിൽ ആയത്തി സാനിയ, രണ്ടാമത്തെ ആയത്തിൽ വഖാ ഇസ്മുൽ ഇഷാറ ഹാദ എന്നുള്ള ഇസ്മുൽ ഇഷാറയുടെ പദം ഫി മഹല്ലി നസ്ബിൻ, അത് നസ്ബിൻ്റെ മഹലിലാണ്. ഇസ്മു ഇന്നൻ്റെ ഇസ്മ എന്നുള്ള നിലയ്ക്ക് നസ്ബിൻ്റെ മഹലിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫജാ ലഫ്ദുൽ ഖുർആൻ എന്നുള്ള പദം മൻസൂബിൻ നസ്ബാക്കപ്പെട്ട നിലയ്ക്കാണ് വന്നത്. കാരണം ലിഅന്നഹു ബദലു മിൻ ഇസ്മുൽ ഇഷാറ, അതിൽ ഇസ്മുൽ ഇഷാറയിൽ നിന്നുള്ള ബദലാണ്. ഒഫിൽ ആയത്തി സാലിസ വഖാ ഇസ്മുൽ ഇഷാറ ഹാദ, മൂന്നാമത്തെ ആയത്തിൽ ഹാദ എന്നുള്ള ഇസ്മുൽ ഇഷാറയുടെ പദം അത് ഫി മഹല്ലി ജറിൻ്റെ മഹലിലാണ് സംഭവിച്ചിട്ടുള്ളത്. ബി ഹറഫിൽ ജറിൻ്റെ ഹർഫ് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഫജാ ലഫ്ദുൽ ഖുർആൻ മജ്റൂറൻ, ഖുർആൻ എന്നുള്ള പദം മജ്റൂറായ നിലക്കാണ് വന്നത്. ലിഅന്നഹു ബദലും മിൻ ഇസ്മുൽ ഇഷാറ, ഇസ്മുൽ ഇഷാറയിൽ നിന്നുള്ള ബദലാണ്. അപ്പോൾ ഇവിടെ ഖുർആൻ എന്നുള്ളത് 3 സ്ഥലത്തും 3 രൂപത്തിലാണ് വന്നത്. ഒന്ന് ഖുർആനു, രണ്ടാമത്തത് ഖുർആന, മൂന്നാമത്തിൽ ഖുർആനി എന്നുള്ളത്. പക്ഷേ അതിന് മുമ്പ് ഹാദ എന്നുള്ളത് ഇസ്മുൽ ഇഷാറ അത് ഒരുപോലെയാണ് വന്നത്. ഹാദ 3 എണ്ണത്തിലും ഹാദ എന്നുള്ളതാണ്. ഹാദ എന്നുള്ളതിൻ്റെ അവിടെ മഹല്ലിയായ ഇറാബ് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ശേഷം നമുക്ക് ഖുർആൻ എന്നുള്ള പദത്തിന് അതിനനുസൃതമായ ഇറാബ് നൽകാൻ സാധിച്ചത്. ഇനി മുഖദ്ദറത്തായ ഹറക്കത്ത് കൊണ്ടുള്ള മുഅറബിൽ നിന്നുള്ള ഉദാഹരണം നമുക്ക് നോക്കാം. ഖൗലു തആല അല്ലാഹുവിൻ്റെ ഖൗല ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ഇവിടെ അൽ ഹുസ്ന എന്നുള്ളത് മുബ്തദ മുഅഖറാണ്. മർഫൂൻ ബി ലമ്മത്തിൻ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ് ഇവിടെ റഫ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഹുസ്ന എന്നുള്ളത് അവസാനം അലിഫും അതിനു മുമ്പ് ഫത്ഹും വരുന്ന മഖ്സൂറായ ഇസ്മിൽപ്പെട്ടതാണ്. സിയാദത്തുൻ എന്നുള്ളത് മഅ്തൂഫൻ അലൽ ഹുസ്ന, ഇവിടെ ഹുസ്ന എന്നുള്ളതിൻ്റെ മേലിൽ അത്വ ചെയ്യപ്പെട്ടതാണ് ഈ സിയാദത്തിൻ്റെ എന്നുള്ള പദത്തിന്. മർഫൂഅൻ വഅലാമത്തു റഫ്ഇഹി അല്ലമ്മത്തുൽ ലാഹിറ, ഇവിടെ റഫ്ഇൻ്റെ അടയാളം അത് ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഹുസ്ന എന്നുള്ളതിലേക്ക് അത്വ ചെയ്യപ്പെട്ടതാണ് ഈ സിയാദത്തിൻ്റെ എന്നുള്ള പദത്തിന്. ഇവിടെ സിയാദത്തിൻ്റെ ലാഹിറത്തിലാണ്, പക്ഷേ ഹുസ്ന എന്നുള്ളത് അവിടെ മഖ്സൂറായാണ്, മുഖദ്ദറത്തായ ഇറാബാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് ഇവിടെ റഫ് ലാഹിറിൽ തന്നെ കൊടുക്കാൻ സാധിച്ചത്. രണ്ടാമത്തെ ഉദാഹരണം ഇന്ന സ്വഫ വൽ മർവത്ത മിൻ ഷആഇരില്ല. ഇവിടെ സ്വഫ എന്നുള്ളത് അത് ഇസ്മു ഇന്നയുടെ ഇസ്മാണ്. ഇന്നയുടെ ഇസ്മിന് നസ്ബാണല്ലോ. മൻസൂബുൻ ബി ഫത്ഹത്തിൻ മുഖദ്ദറത്തായ ഫത്ഹത്ത് കൊണ്ടാണ് ഇവിടെ നസ്ബ്. മർവ എന്നുള്ളത് മഅ്തൂഫത്തുൻ അല സ്വഫ എന്നുള്ളതിൻ്റെ മേലെ അഅ്തൂഫ് ചെയ്യപ്പെട്ടതാണ്. അത് മൻസൂബാണ്, അവിടെ നസ്ബിൻ്റെ അടയാളം ലാഹിറത്തായ ഫത്ഹത്താണ്. മൂന്നാമത്തെ ഉദാഹരണം ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. ഇവിടെ ഹുദ എന്നുള്ളത് ജറിൻ്റെ അർഫ് കൊണ്ട് ജർ ചെയ്യപ്പെട്ട ഇസ്മാണ്. വലാമത്ത് ജരീഹി, അതിൻ്റെ ജറിൻ്റെ അടയാളം അൽ കസ്റത്തുൽ മുഖദ്ദറലിത്താൻ, സങ്കല്പിക്കപ്പെടുന്ന കസ്റത്ത് കൊണ്ടാണ് ഇവിടെ ഹുദ എന്നുള്ളത് കൊണ്ട് ഹുദ എന്നുള്ള സ്ഥലത്ത് ജർ. ദീനി എന്നുള്ളത് മഅ്തൂഫാണ് അലൽ ഹുദ, ഹുദയുടെ മേലിൽ മഅ്തൂഫാണ്. അപ്പോൾ അതിനും ജർ കിട്ടി. അവിടെ ജറിൻ്റെ അടയാളം ലാഹിറത്തായ കസ്റത്താണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഹറക്കത്ത് കൊണ്ട് ഇറാബ് കൊടുക്കുന്ന ഇസ്മുകൾ, അതിനോട് താബിയായി വരുന്ന പദങ്ങൾ, അതിന് ഇറാബ് ലബ്ത്ത് ചെയ്യാൻ, അതിന് ക്ലിപ്തമാക്കാൻ നമുക്ക് ഈ ഹറക്കത്ത് കൊണ്ടുള്ള ഇറാബ് മനസ്സിലാക്കൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞത്. ഉദാഹരണം, വേറൊരു ഉദാഹരണം നോക്കാം നമുക്ക്. ഹളറൽ ഫത്തൽ ഫാദിൽ, റഅയ്തുൽ ഫത്തൽ ഫാദില, സല്ലംതു അലൽ ഫത്തൽ ഫാദിലി. ഇവിടെ 3 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഹളറൽ ഫത്തൽ ഫാദിലു എന്നുള്ളിടത്തും 3 സ്ഥലത്ത് നോക്കുമ്പോഴും ഫത്ത എന്നുള്ളതിനൊരു മാറ്റം നമുക്ക് ലാഹിറിൽ കാണുന്നില്ല. അതേസമയത്ത് ഒന്നാമത്തിൽ ഫാദിലു, രണ്ടാമത്തിൽ ഫാദില, മൂന്നാമത്തിൽ ഫാദിലി. അവിടെ ഈ ഫത്ത എന്നുള്ളതിൻ്റെ തഖ്ദീരിയായ ഇറാബ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ശേഷം വരുന്ന പദത്തിൻ്റെ ഇറാബ് നമുക്ക് ലബ്ത്ത് ചെയ്യാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത്.